ഹായ് ഫ്രണ്ട്സ്, ഈ വർഷം നമ്മൾ കടച്ചക്ക കറി വെച്ചില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഒരു കടച്ചക്ക കറി ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ കടച്ചക്ക നല്ലൊരു ഒരു വലിയ കടച്ചക്കയായിരുന്നേ. നല്ലോണം മൂത്ത കടച്ചക്കയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. തൊണ്ടൊക്കെ ചെത്തി അരിയണം. അപ്പോൾ കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ തുടക്കുകയാണെങ്കിൽ പശ ഉണ്ടാവില്ല. അതേപോലെ ഇത് ചെത്തി നമുക്ക് വെള്ളത്തിട്ടിടുകയും ചെയ്യണം, അല്ലെങ്കിൽ ഇത് കറുത്തു പോകും. അപ്പോൾ കത്തിയിലൊക്കെ ഒരല്പം വെളിച്ചെണ്ണ തുടക്കണം, നല്ലതാണ്, പശ പിടിക്കില്ല. അപ്പോൾ ഒരു 2-3 കഷ്ണമായിട്ട് മുറിച്ചിട്ടാണ് തൊണ്ട് ചെത്തുന്നത്. അപ്പോൾ അതിൻ്റെ നെഞ്ചിൻ്റെ ഭാഗം അങ്ങോട്ട് ചെത്തിക്കളയാം. നല്ലോണം കൊള്ളിച്ച് ചെത്തിക്കളയണേ. ഇനി തൊണ്ട് ചെത്തിയെടുക്കാം. ഞങ്ങളുടെ വീട്ടിൽ കടപ്ലാവ് ഉണ്ടായിരുന്നേ. ഭയങ്കര വലിയ ഒരെണ്ണമൊക്കെ 2 കിലോയൊക്കെ ഉണ്ടാവും കടച്ചക്ക. അപ്പോൾ അത് പണ്ട് ചേട്ടന് മട്ടാഞ്ചേരിയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ അന്നേരം ഒരു പോലീസുകാരൻ കൊണ്ടു കൊടുത്തതാണ്. അപ്പോൾ ഇവർക്ക് കുറേ ആൾക്കാർക്ക് കൊടുത്തായിരുന്നേ ഈ കടപ്ലാവിൻ്റെ തൈ. അപ്പം ഞാനതവിടെ കിണറിൻ്റെ ചോട്ടാണ് കൊണ്ട് നട്ടത്. കടച്ചക്കയും കൊണ്ടായിട്ട് അന്ന് ഈ ഓടിൻ്റെ പുറത്തേക്ക് ഈ കടച്ചക്കയൊക്കെ വീഴുവേ, പഴുത്തൊക്കെ വീഴും. അന്നേരം ഓടെല്ലാം പൊട്ടിപ്പോകുവേ. പിന്നെ ഈ കിണറിൻ്റെ കരയിലായിരുന്നു, ഈ പാടത്തിൻ്റെ സൈഡായിരുന്നേ വീട്. അപ്പോൾ ഈ റിങ്ങാണ് ഇറക്കിയിരുന്നത്. ആ റിങ്ങൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകാൻ തുടങ്ങി. അങ്ങനെ ആ കടപ്ലാവ് വെട്ടിക്കളഞ്ഞ അവസാനം. ഭയങ്കര വലിയ കടച്ചക്കയായിരുന്നു. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കണേ, ചെറുതാക്കി അരിയണം. ഇതിപ്പോൾ നല്ല മൂത്ത ചക്കയായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ കടച്ചക്ക ഇങ്ങനെ പഴുത്ത് വീഴുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ചെത്തിയിട്ട് വേവിക്കും, പുഴുങ്ങിയെടുക്കും. എന്നിട്ട് അതിൽ തേങ്ങാപ്പീരയൊക്കെ ചിരകിയിട്ട് കഴിക്കും. നല്ല രുചിയാണ്. അതേപോലെ തന്നെ വറക്കുകയും ചെയ്യും. വറുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് കഴിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ തണുത്ത് പോണ പോലെ തോന്നും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിലല്ലോ ഒഴിച്ചുണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ നല്ലതുപോലെയൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചത് മുങ്ങിക്കിടക്കണം, എന്നാലാണ് നല്ലതുപോലെ കിട്ടുള്ളൂ. അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ചൂടാവട്ടെ. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ചുമന്നുള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ചുമന്നുള്ളി നല്ല സവാളയുടെ വലിപ്പം പോലെയുള്ള ചുമന്നുള്ളിയായിരുന്നു. അപ്പോൾ ഒരു 8-9 എണ്ണം എടുത്തപ്പോഴത്തേനെ വലിയ 2 സവാള അരിഞ്ഞ ഉള്ളിയുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ സവാളയും ബാക്കി ചുമന്നുള്ളിയാണ് എടുത്തിരിക്കണേ. അതും കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഉണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് പതുക്കെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മതിയേ. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഈ കടച്ചക്കക്ക് ഭയങ്കര ഗ്യാസാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഇട്ട് കൊടുക്കണേ. വെളുത്തുള്ളി നമുക്ക് തേങ്ങ വറക്കുമ്പോൾ ഇടാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ വെച്ച് ചാക്ക് നിറച്ച ചക്ക കൊണ്ടിട്ട് കൊടുക്കണത്, ഈ കടച്ചക്ക. എന്നിട്ട് പറയും ദേ താഴ്ത്തു കൊണ്ട് വെച്ചേക്കും. എന്നിട്ട് പറയും എല്ലാവരോടും കൂടെ പങ്കിട്ടെടുത്തോളാൻ പറയും. ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. പതുക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ച മണമൊന്ന് മാറട്ടെ മഞ്ഞൾപ്പൊടിയുടെ.
അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ടേ. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കടച്ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വെള്ളത്തിൽ തന്നെയാണ് അരിഞ്ഞിട്ടായിരുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു നിറം മാറി വരും, ഒരു ചുമപ്പ് നിറം പോലെ വരുവേ. ഇനി നമുക്ക് ഈ കടച്ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, നിറമൊന്നും പോകാതെ നല്ല നിറത്തിൽ തന്നെ ഇരിക്കണത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിവിടെ കിടന്ന് നല്ലതുപോലെ വേവട്ടെ. ഇനി ഇതിന് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതിയേ, വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നല്ലപോലെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ അടപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണേ. ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ ചൂടാവട്ടെ. അപ്പോൾ ഒരു വെളുത്തുള്ളി, ഒരു 8-9 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ തുമ്പും കടയും മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. അതിലേക്ക് തേങ്ങ ചിരകി വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മുറി തേങ്ങ ചിരകിയതാണ്, ഒരു വലിയ തേങ്ങയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഗ്യാസാണിത്, ഈ കടച്ചക്ക. അപ്പോൾ ഇത്തിരി വെളുത്തുള്ളിയൊക്കെ അധികം ഇടണേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു ചെറിയ തക്കോലം, ഒരു ഏലക്കായി, കറുകപ്പട്ട ഒരു ചെറിയ പീസ്, പിന്നെ കുരുമുളക് ഇടണേ. ഒരല്പം, ഒരു നുള്ളു പെരിഞ്ചീരകം, ബാക്കി കുരുമുളക്, ഒരു സ്പൂൺ കുരുമുളകുണ്ട്, അതും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ മസാലയുടെ അധികം ചുവ വേണ്ടെന്നോർത്തുകൊണ്ടാണ് എല്ലാം ഓരോ തരി വീതം ഇട്ടത്. ഓരോ ചെറിയൊരു നുള്ള ഇട്ടിട്ടുള്ളൂ. ഒരേലക്കായി, 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് കറുകപ്പട്ട, പിന്നെ ഒരു കുഞ്ഞ് തക്കോലത്തിൻ്റെ ഒരു എതള്, പിന്നെ ഈ ജാതിപത്രികയുടെ ഒരു ചെറിയ പീസ്, പിന്നെ ഒരു നുള്ളു പെരിഞ്ചീരകം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പൊടിക്കാത്ത മസാല ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്നും കൂടെ മുരിഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണേ ഇടുന്നുള്ളേ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തീ അങ്ങോട്ട് ഓഫാക്കിയേക്കണേ. ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി 1 സ്പൂൺ മുളക് പൊടി. അപ്പോൾ കുരുമുളക് അധികം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് 1 സ്പൂൺ ഇട്ടത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതാ ചട്ടിയിലുള്ള ചൂടി കിടന്ന് മുരിഞ്ഞ് കിട്ടിക്കോളൂ.
ഇനി നമുക്കിത് ഇറക്കി മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടച്ചക്ക വെന്തോന്നും കൂടെ ഒന്ന് നോക്കാം. കടച്ചക്കയൊക്കെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഭയങ്കര ചൂടാണ്, ഞെക്കി നോക്കാൻ പറ്റുന്നില്ല. വെന്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചില മൂക്കാത്ത കടച്ചക്കയാണെങ്കിൽ ഇങ്ങനെ വേകാതെ കളുന്ന് കിടക്കും. ഈ മൂത്തതായതുകൊണ്ടാണ് നല്ലോണം പെട്ടെന്ന് അങ്ങോട്ട് നല്ലോണം വെന്ത് കിട്ടിയത്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറേശ്ശെയാണ് അടിച്ചെടുക്കുന്നത്. ബാക്കി ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കടച്ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണും കൊണ്ട് തോണ്ടിയിട്ട് കൊടുക്കാം. വെള്ളം ചേർത്ത് അരക്കരുത്. വെള്ളം ചേർക്കാതെ അരച്ചാലാണ് ഇതേപോലെ നല്ല നിറത്തിൽ കിട്ടുകയുള്ളൂ. വെള്ളം ചേർക്കുമ്പോൾ ഒരു നിറം അങ്ങോട്ട് മാറിപ്പോവേ. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടപ്പിലുള്ളതും കൂടെ വടിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണെങ്കിൽ നല്ലതാണ്. പതുക്കെ കടച്ചക്ക അങ്ങോട്ട് പൊടിഞ്ഞു പോകാതെ പതുക്കെ ഇളക്കി കൊടുക്കണേ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കടച്ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇനി നമുക്ക് അവസാനത്തെ ഒരു പണിയും കൂടി ഉണ്ട്. ഒരല്പം കടുകും കൂടെ വറുത്തിടണം. കണ്ടോ, ഈ വെള്ളം മതി, നല്ല കുറുകിയിരിക്കണേ. പിന്നെ നമുക്ക് കടുകും കൂടെ വറുക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയേ. എന്നാ വെച്ചാൽ തേങ്ങ വറുത്തപ്പോഴും ഉള്ളി ഇട്ടപ്പോഴൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതാണേ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പോൾ ഞാനിതിലേക്ക് ചുവന്നുള്ളി ഇടുന്നില്ല. ചുവന്നുള്ളി നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ. ഒരല്പം കടുകും കറിവേപ്പിലയും മാത്രമാണ് ഇട്ട് കൊടുക്കണുള്ളൂ. കടുക് നല്ലതുപോലെ പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ കടച്ചക്കയുടെ തീ ഓഫാക്കിയിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില പതുക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയേ. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടച്ചക്ക റെഡിയായിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും രുചിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.